വെൽക്കം ബാക്ക് ടു ഹാൻഡ്സ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്കുമായിട്ടോ വന്നേക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇത് ശരിക്കും ഇതിൻ്റെ മെഡിസിനൽ ബേസ് ഒന്നും എനിക്കറിയത്തില്ല, പക്ഷേ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്കായിട്ട് സ്ഥിരമായിട്ട് കുടിക്കുന്നതാണിത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ കരിഞ്ജീരകം, അതേപോലെ ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചും കൂടെ നമ്മൾ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം, ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ കുടിക്കാൻ എടുക്കുന്നത്, അതുകൊണ്ട് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഒരു 5 മിനിറ്റൊക്കെ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ 1.5 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ലോണം തിളയ്ക്കണം, ആ കരിഞ്ജീരകത്തിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് 1 ഗ്ലാസ് ആക്കി എടുത്താൽ മതി, അപ്പോഴേക്കും അത് ഇറങ്ങിക്കോളും. എന്നിട്ടൊരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. ചെറുതായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടാട്ടോ ഈ 2 മിനിറ്റ് വെച്ചത്. അപ്പോൾ അങ്ങനെ അരിച്ചെടുത്തിട്ട് കറക്റ്റ് 1 ഗ്ലാസ് തന്നെയുള്ളൂ, 1 ഗ്ലാസ് ഒരു തുള്ളിയും കൂടെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ, അത് മതിയാവും എല്ലാവർക്കും. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഒരു പകുതി നാരങ്ങ, വലിയ നാരങ്ങ ആയതുകൊണ്ട് പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. കുരു വീഴാതെ ശ്രദ്ധിക്കണം, അതുകൊണ്ട് ആ അരിപ്പേക്കൂടെ ഒഴിക്കുന്നത് കേട്ടോ. ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ ഫുള്ളും വേണേ. എന്നിട്ട് അതും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് പിന്നെ ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി. ഇത് ആ ചൂടോടുകൂടി തന്നെ കുടിക്കണം കേട്ടോ, അതാണ് നല്ലത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻഡ്സ് കിച്ചൺ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.